ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മഴയൊക്കെ ആയതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാഞ്ഞത്. നമ്മുടെ കോഴികളൊക്കെ ഉഷാറായിട്ട് തന്നെ ഉണ്ട്. എന്നിരുന്നാലും ചെറിയ അസുഖങ്ങളൊക്കെ മഴയോട് അനുബന്ധിച്ച് വന്നായിരുന്നു, ചെറിയ തൂക്കവും ഒക്കെ വന്നായിരുന്നു. നമ്മൾ മെയിനായിട്ടും ഹോമിയോ മരുന്നുകളാണ് നമ്മൾ കോഴിക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ കൊടുക്കാറുള്ളത്. ഹോമിയോ മരുന്നുകൾ നമുക്ക് ഒരു നല്ല ഫലം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു അരുവിയൊക്കെ നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഒഴുകാറുണ്ട് മഴ പെയ്യുമ്പോൾ. അതിശക്തമായി തന്നെ ഇതിലേക്കൂടെ വെള്ളം ഒഴുകാറുണ്ട്. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെറുതെ എപ്പോഴും അപ്ലോഡ് ചെയ്ത് വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് നമ്മുടെ നാടൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് 1-2 ചത്തുപോയി. ചത്തുപോയത് എലി കയറി പിടിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ബാക്കിയല്ല, ബാക്കി എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട്. ഒരു ഫുഡ് കഴിച്ച് നന്നായിട്ടുണ്ട്. കാപ്പിരിയും കഴുത്തപ്പപ്പില്ലാത്ത കാപ്പിരി, സാദാ കാപ്പിരി, പിന്നെ നാടന്. ആ വെള്ളയൊക്കെ നാടൻ കോഴികളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്, വെള്ളയായിട്ടൊക്കെ വന്നതാണെന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഗ്രോവർ തീറ്റയാണ്. ചിക്കിച്ചകഞ്ഞൊക്കെ അവർ വളരെ ഹാപ്പിയായിട്ട് തന്നെ നമ്മുടെ ഫാമിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. എലി ഒരു വലിയ ശല്യമായിരുന്നു. നമ്മൾ അടിച്ചിരുന്നത് ഈ ചെയിൻ ലിങ്ക് ആയിരുന്നല്ലോ. ഈ ചെയിൻ ലിങ്കിൻ്റെ ഇടയിൽ കൂടെ എലി കയറിയിട്ട് നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങളെ കൊന്നു. ഏകദേശം ഈ വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ചത്തുപോയത്. മഴ ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വന്ന് നോക്കും, വൈകുന്നേരം അങ്ങനെ നോട്ടമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കുറച്ച് കുഞ്ഞുങ്ങൾ എലി കയറി പിടിച്ചു, ചത്തുപോയി. പിന്നെ അതിന് ശേഷം നമ്മൾ നെറ്റ് പുറമെ നമ്മുടെ ഈ മീൻവലയുടെ നെറ്റുണ്ടല്ലോ, അത് ഫുൾ അടിച്ചിട്ടുണ്ട്. പിന്നെ കയറിയിട്ടില്ല അങ്ങനെ. മീൻവലയുടെ നെറ്റാണിത് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി ഉണ്ട്, നമ്മൾ കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മീൻവലയുടെ നെറ്റ് സെക്കൻഡ് ഹാൻഡ് കിട്ടും. അവിടെ നിന്ന് നമ്മൾ കിലോ തൂക്കത്തിനാണ് മേടിച്ചത്. നമ്മൾ പാർട്ടീഷനൊക്കെ ആണെങ്കിലും ഈ മീൻവലയുടെ നെറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പാർട്ടീഷനെല്ലാം ഇങ്ങനെ, പിന്നെ കുറച്ച് ചെയിൻ ലിങ്ക് മിച്ചം വന്ന പാർട്ടീഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇറക്കിയ ബാച്ചാണേ. കുറച്ച് കുഞ്ഞുങ്ങളെ കൊടുത്തു, ബാക്കി കുറച്ച് പേരുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് വളരട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഇറങ്ങിയതായതുകൊണ്ട് കൂടുതലും കറുപ്പാണേ. കാരണം നമ്മുടെ പൂവന്മാരും അങ്ങനെ കറുപ്പായിരുന്നു, അതുകൊണ്ട് കൂടുതലും കറുത്ത കാപ്പിരിയും കറുത്ത കഴുത്തപ്പപ്പില്ലാത്തവരും ഒക്കെയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞ് നമ്മുടെ BV380 മുട്ട വെച്ചപ്പോൾ ഇറങ്ങിയതാണ്. അത് പക്ഷേ പൂവൻ നാടനാണ്, പക്ഷേ പെടക്കുഞ്ഞാണത്. പക്ഷേ അത് കുഞ്ഞ് ഏകദേശം നമ്മുടെ BV380 അതേ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട്. പിന്നെ അടുത്തൊരു ബാച്ച് ഇറങ്ങിയിരുന്നല്ലോ, അതുകൂടെ കാണിക്കാവേ. നമ്മുടെ ഇപ്പുറത്താണ് അടുത്ത ബാച്ച്. ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തും കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു, എലി കയറി പിടിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 5-6 കുഞ്ഞുങ്ങൾ പോയി. നല്ലൊരു ബാച്ചായിരുന്നു, നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ലഭ്യമായത്. പക്ഷേ ഇതിൻ്റെ അകത്തും നമുക്കൊരു 5-6 കുഞ്ഞുങ്ങളെ എലി കയറി പിടിച്ച് പോയി. നമ്മൾ ഈ എലി ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ കയറുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവമെന്ന് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തും പോയായിരുന്നു. നമ്മൾ ഇതിനും ഗ്രോവർ തീറ്റയാണ് കൊടുക്കുന്നത്. ഇവരൊരു 40 ദിവസത്തോളം ആകുന്നേ ഉള്ളൂ. അപ്പുറത്തെ കുഞ്ഞുങ്ങളാണ് 2 മാസം കഴിഞ്ഞത്. ആദ്യം കാണിച്ച വീഡിയോയിലെയാണ് 2 മാസം കഴിഞ്ഞത്. ഇതും കഴുത്തപ്പപ്പില്ലാത്തതും കാപ്പിരിയും അങ്ങനെയൊക്കെയാണ്. പിന്നെ കാപ്പിരി അല്ലാത്ത കുഞ്ഞുങ്ങളും ഈ ബാച്ചിലുണ്ട്. നമ്മുടെ ഇടയ്ക്കത്തെ മലയെന്ന് പറഞ്ഞൊരു പൂവൻ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ ഏറ്റവും അത്ഭുതമല്ല, ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രാവശ്യം നല്ല മഴയായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഇവിടെ ഈ ആറ് അടുത്തായതുകൊണ്ട് രാവിലെ ഒരു 10 മണിയായപ്പോൾ എല്ലാം ഓഫ് ചെയ്തു, ട്രാൻസ്ഫോമറൊക്കെ വെള്ളം കയറിയപ്പോഴത്തേക്കും. അപ്പം വെള്ളം കയറി ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തു. ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വരും. അപ്പം നമ്മൾ വിചാരിച്ച് മുട്ട മുഴുവൻ പോവും, ട്രാൻസ്ഫോമർ എപ്പോൾ ഓണാക്കുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഏകദേശം ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രാൻസ്ഫോമർ ഓണാക്കി കിട്ടിയത്. അതായത് രാത്രി ഒരു 10 മണിയായപ്പോഴാണ് ട്രാൻസ്ഫോമർ ഓണായത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മുട്ട അട വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പിറ്റേ ദിവസം എടുത്ത് കളഞ്ഞേക്കാം മുട്ടയെല്ലാം.
ഒന്നും വിരിയത്തില്ലായിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷനായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു ബാച്ചിൽ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടി. നമ്മൾ മുട്ട വെച്ചതിൽ ഏകദേശം ഒരു 40 മുട്ട വെച്ചതാണേ. അതിനകത്ത് നമുക്ക് ഏകദേശം ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. ഏകദേശം ഒരു 12 മണിക്കൂറോളം നമുക്ക് ഇൻക്യുബേറ്റർ ഓഫായിരുന്നു. നമുക്ക് ഇൻവേർട്ടർ വഴിയോ ഒന്നും നമുക്ക് ചാർജ് അല്ലെങ്കിൽ ലൈറ്റ് ചൂട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം എന്നിട്ടും നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ ആ ഒരു നിർമ്മാണത്തിൻ്റെ ഗുണം കൊണ്ടാവാം ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്ക് ലഭ്യമായി. ഇതിലും കഴുത്തപ്പപ്പില്ലാത്തതും കാപ്പിരി ഇനത്തിലും കഴുത്തപ്പപ്പ് അങ്ങനെ സാധാരണ നോർമലായിട്ടുള്ള BV380 നാടൻ ക്രോസ് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരും ഉണ്ട്. അവരൊക്കെ നമ്മൾ ചൂട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഒരു 4 ദിവസമായി ഇറങ്ങിയിട്ടേ. നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ ഇട്ടേക്കുന്ന ഒരു നെറ്റ് കൊണ്ട് ഒരു ഇതുണ്ടാക്കി റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്. അടിവശവും നെറ്റ് തന്നെയാണേ. എന്നിട്ട് അതിൻ്റെ അകത്ത് പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുക. പേപ്പർ അങ്ങ് മാറി കൊടുക്കും നമ്മൾ. പിന്നെ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ ഈ പേപ്പർ അങ്ങ് മാറ്റിയിട്ട് നെറ്റ് തന്നെ ആക്കിയിട്ട് അങ്ങ് ഇടും. അപ്പോൾ അതിൻ്റെ കാട്ട നേരെ താഴോട്ടങ്ങ് വീഴും. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുങ്ങളെ പുറത്താക്കും. എന്നിട്ട് താഴത്തെ കാട്ടം എല്ലാം അങ്ങ് വാരിക്കളയും. ഇതിൻ്റെ അകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് എങ്ങും പോകത്തില്ല. പേപ്പർ നന്നായിട്ട് ചൂടായി കിടക്കും. പിന്നെ തറയെന്നുള്ള ഈ ഈർപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ബാധിക്കത്തില്ല. കട്ടയിൽ നെറ്റിങ്ങനെ പൊക്കി വെച്ചിരിക്കുക. ഒരു 4 കട്ട ചുറ്റും വെച്ചിട്ടുണ്ട്. അറക്കപ്പൊടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടേ. അപ്പം 4 കട്ടയിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക ഈ കൂട്. എന്നിട്ട് ചുറ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ പച്ച നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കാരണം ചൂട് പുറത്തോട്ട് പോകാതെയും തണുത്ത കാറ്റ് അകത്തോട്ട് അടിക്കാതെയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ഇങ്ങനെ സംരക്ഷിച്ച് വരുന്നു. അപ്പം അവർ ഇപ്പോൾ ഒരു 4-5 ദിവസമാകുന്നു. 4 ദിവസമാകും നമുക്ക് ഇറങ്ങിയിട്ട്. അവർക്ക് നമ്മൾ ഗ്രോവർ തീറ്റയാണ് കൊടുക്കുന്നത്. ഗ്രോവർ നമ്മൾ മെയിനായിട്ടും ഗോദ്റേജിൻ്റെ ഗ്രോവറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതിനകത്ത് കുറച്ചുകൂടെ പൊടി കുറവാണ് ഗോദ്റേജിൻ്റെ ഗ്രോവറിനകത്ത്. അപ്പോൾ തരി കൂടുതൽ എന്ന് വെച്ചാൽ തരി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഭക്ഷിക്കാൻ പാകത്തിലുള്ള തരി ഇവർക്കുണ്ട്. പൊടി ആകുമ്പോഴത്തേക്ക് ഇത് ഒരുപാട് വേസ്റ്റേജ് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഗോദ്റേജിൻ്റെ ഗ്രോവറാണ് നമ്മൾ കൊടുക്കാറ്. ഗ്രോവറാണേലും സ്റ്റാർട്ടർ ആണെങ്കിലും എല്ലാം ഗോദ്റേജിൻ്റെ തന്നെയാണ്. നമുക്കൊരു കമ്പനിക്കൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല ഇത് പറയുന്നത്. നമുക്ക് സാധാരണ ആൾക്കാരുണ്ടാവുമല്ലോ, ഒരുപാട് ബൾക്കായിട്ട് ചെയ്യാത്ത സാധാരണ കർഷകരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിലുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.